പിന്നെ ഈ ആക്സറീസ് സാധനങ്ങളുണ്ട്, ചാർജർ, ഇതൊക്കെ അതൊക്കെ ഹോൾസെയിൽ വിലക്ക് 20 റുപ്യ 30 റുപ്യ ആയിട്ടൊക്കെ വിൽക്കുന്നുണ്ട്. ഇപ്പൊ കാര്യമായിട്ടുള്ള ടാബുകളാണ്. ടാബ് ആദ്യം 200-നൊക്കെ വിറ്റിരുന്നു, ഇപ്പൊ 400-ഒക്കെ ആയി. GB മെമ്മറി ഉള്ള ഈ 5G ഫോണിന് 5500 വരും. ഇതിനൊക്കെ എങ്ങനെ റേറ്റ് വന്നേക്കണേ? ഇത് നമ്മള് ഫ്രൈഡേ മാർക്കറ്റിന്റെ പകുതി, അതായത് നടുഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കൂടുതൽ ഡ്രസ്സിന്റെ കളക്ഷൻ ആണ്. 50 അല്ലേ? അപ്പൊ 50 രൂപയ്ക്ക് നമുക്ക് ടീഷർട്ട് ഒക്കെ എടുക്കാവുന്നതാണ്. 100 രൂപ റേറ്റ് ആണ് വന്നേക്കണേ. അപ്പൊ ജീൻസ് ഒക്കെ റേറ്റ് വന്നേക്കണേ 200 ആണ്. നല്ല ജീൻസുകൾ. അപ്പൊ ഷർട്ടിന്റെ ഒക്കെ കളക്ഷൻ ഉണ്ട്. ഈ കാണുന്ന ഷർട്ടൊക്കെ റേറ്റ് വന്നേക്കണേ 100 രൂപ റേറ്റ് ആണ്. നമുക്കപ്പോ അപ്പൊ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡില്ലേ തിരൂര്, അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു അത്ഭുതം നടക്കുന്നുണ്ട്. ഇവിടെ ഏത് ഐറ്റംസ് എടുത്താലും 30 റേറ്റ്. ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ഏത് എടുത്താലും 30 ആണ്. കൊട ഒഴിച്ചാണ് കേട്ടോ 30. പിന്നെ കന ഒഴിച്ച് ഈ കാണുന്ന. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് ഞാനുള്ളത് നമ്മുടെ തിരൂര് തന്നെ ഫ്രൈഡേ മാർക്കറ്റിലാണ്. ഫ്രൈഡേ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ മൊബൈൽ ആക്സസറീസ്, അതുപോലെ തന്നെ സ്കൂൾ ബാഗിന്റെ കളക്ഷന്, എല്ലാ ഐറ്റംസും, ഡ്രസ്സുകള്, ചെരുപ്പുകള്, നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ വന്ന് ചീപ്പ് റേറ്റ് വാങ്ങിക്കാവുന്നതാണ്. തിരൂര് ജില്ല വന്നിരിക്കണം മലപ്പുറം ജില്ലയിലാണ്. തിരൂര് വന്നിരിക്കണം മലപ്പുറം ജില്ലയിലാണ്. അപ്പൊ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് തിരൂര് എവിടെയാണെന്ന്. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്, അത് മലപ്പുറം ജില്ലയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ സ്കൂൾ ബാഗിന്റെ ഒക്കെ കളക്ഷൻ വന്നിട്ടുണ്ട്. സ്കൂൾ ബാഗ് ഒക്കെ എത്രയാ റേറ്റ്? 420. ഒക്കെ 420 ആണ്. എല്ലാം 420. 350. ഇതൊക്കെ 350 അല്ലേ? ഇത് 380 കേട്ടോ. ഈ വലിയ ബാഗിലേക്ക് വരുമ്പോ 500. 500 റേറ്റ് വന്നേക്കണേ. 420. ഓക്കെ. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ജീൻസിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ജീൻസ് ഒക്കെ എത്ര വില വരണേ? 100? 450. ഓക്കെ. ഇതൊക്കെ 415 ആണ് റേറ്റ്. ഓക്കെ. ഇതൊക്കെ 450 വന്നേക്കണേ കേട്ടോ. അപ്പൊ ഷൂസിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഈ കാണുന്ന ഷൂസൊക്കെ റേറ്റ് വന്നേക്കണ 400 രൂപ റേറ്റ് ആണ്. ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ജെന്റ്സിന്റെ ലേഡീസിന്റെ ഒക്കെ ഉണ്ട്. മിക്സഡ് ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ. അപ്പൊ ഇവിടെ കൂടുതൽ ഇലക്ട്രോണിക് ഐറ്റംസും മൊബൈൽ ആക്സസറീസും ഒക്കെയാണ്. മൊബൈൽ ഫോൺ ഒക്കെ, അതായത് യൂസർ ഫോൺ ഒക്കെ ചെറിയ റേറ്റ് നമുക്ക് ഇവിടെ വന്നാൽ വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇനി ഇങ്ങോട്ട് നോക്കാം. മൊബൈൽ ആക്സസറീസ് ആണ്. യൂസർ ഫോണിന്റെ ഒക്കെ കളക്ഷൻ ഉണ്ട്. ഐഫോണ്, സാംസങ്, ഇതൊക്കെയുണ്ട്. ഇത് എത്രയൊക്കെ വന്നേക്കണേ? 1200 ആണ് റേറ്റ് വന്നേക്കണേ. അപ്പൊ പേര് ലൊക്കേഷൻ ഒക്കെ ചോദിക്കുന്നുണ്ട്. ഫ്രൈഡേ മാർക്കറ്റിന്റെ ലൊക്കേഷൻ വന്നേക്കണത് ഈ കാണുന്നത് റെയിൽവേ സ്റ്റേഷൻ ആണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുമ്പോട്ട് വരുമ്പോ തന്നെ, ഇറങ്ങി വരുമ്പോ തന്നെയാണ് കാണുന്നതാണ് ഫ്രൈഡേ മാർക്കറ്റ്. അപ്പൊ നമ്മുടെ തിരൂര് ഫ്രൈഡേ മാർക്കറ്റ് ലോ ബഡ്ജറ്റ് ഫോൺ എപ്പോൾ വാങ്ങിച്ചു തരാന്ന് പറയട്ടെ. 2000 രൂപ മുതലാണ് യൂസർ ഫോൺ ഒക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് തുടങ്ങുന്നത്. അപ്പൊ ഇതിന് ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. 5G ഫോണ് 5500 വരും. 8 GB റാമും 128 GB മെമ്മറി ഉള്ള ഈ 5G ഫോണിന് 5500 വരും. സെക്കൻഡ്സ് ആണ്. പിന്നെ ഇപ്പൊ വില കൂടുതലാണ്. ഇപ്പൊ യുദ്ധം കാരണം എല്ലാത്തിനും വില കൂടുതലാണ്. പിന്നെ 2000 റുപ്യന്റെ ഉണ്ട് 2 GB റാമും 32 GB മെമ്മറി ഉള്ളത്. പിന്നെ ഇപ്പൊ കാര്യമായിട്ടുള്ള ടാബുകളാണ്. ടാബ് ആദ്യം 200-നൊക്കെ വിറ്റിരുന്നു, ഇപ്പൊ 400-ഒക്കെ ആയി. പിന്നെ ചെറിയ ഫോണുകളുണ്ട്, 300 റുപ്യ ഉള്ളു. പിന്നെ ഈ ആക്സറീസ് സാധനങ്ങളുണ്ട്, ചാർജർ, ഇതൊക്കെ അതൊക്കെ ഹോൾസെയിൽ വിലക്ക് 20 റുപ്യ 30 റുപ്യ ആയിട്ടൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ 10 രൂപ മുതലാണ് ഐറ്റംസ് ഒക്കെ തുടങ്ങുന്നത്. ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ 10, 20, 30 ആ റേറ്റ് ഒക്കെ വരുന്നുള്ളേ. 3 എടുത്ത് എത്ര റേറ്റ്? 50? 3 എടുത്ത് എത്ര? 50? പല റേറ്റിന്റെ കേട്ടോ. അപ്പൊ ഇതെന്തൊക്കെ? ബോഡി മസാജറാ? അപ്പൊ ദേഹത്തൊക്കെ വേദന ഉണ്ടെങ്കിൽ അല്ലേ ജസ്റ്റ് ഇങ്ങനെ ആക്കാൻ പറ്റും അല്ലേ? ഇത് എത്രയാ റേറ്റ്? 130. ഇത് കൊറിയർ ചെയ്യുവോ? കൊറിയർ ഇല്ല, ഇവിടെ വന്ന് തന്നെ എടുക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ വീട്ടിലേക്ക് ആവശ്യമായ കത്തികളോ അതുപോലെ പണിക്കൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അരിവാളൊക്കെ എത്രയാ? 400 അല്ലേ? 250. ഇത് മറ്റേ എന്താ തോട്ടി ഉപയോഗിക്കണല്ലേ? അപ്പൊ എല്ലാ ടൈപ്പിലെ കത്തികളും അവൈലബിൾ ആട്ടോ. ഫോണിന്റെ കുറച്ച് കളക്ഷനേ ഉള്ളു കേട്ടോ. ഹോട്ട്സ്പോട്ട് എന്നാണ് ഷോപ്പിന്റെ പേര് വന്നേക്കണേ. ഇതിനൊക്കെ എങ്ങനെയാ റേറ്റ് വന്നേക്കണേ? ഇത് 8 GB റാമും 128 സ്റ്റോറേജും ആണ്. നമ്മൾ ലാസ്റ്റ് 5200
കൊടുക്കും. സ്റ്റാർട്ടിങ് എത്രയാ? സ്റ്റാർട്ടിങ് 400, കുറഞ്ഞൊന്നും ഇപ്പൊ കിട്ടുന്നില്ലേ, അതുകൊണ്ട് കുറവാണ്, സ്റ്റോക്ക് കുറവാണ്. ഇപ്പൊ കുറേശ്ശെ കുറഞ്ഞ ഇതാണ് 4200. 4G സെറ്റ് ആവുമ്പോഴോ? 4G ഇത് 4G ആണ്. ഇത് 4G. 5Gയിലോട്ട് വരുമ്പോ 5G എന്താ ഇത് 8+8 128. ഇത് വിവോന്റെ പോപ്പന്റെ 5G ആണ്. ഇതിന്റെ റേറ്റ് 7000 രൂപ. അപ്പൊ നമ്മള് ഫ്രൈഡേ മാർക്കറ്റിന്റെ പകുതി, അതായത് നടുഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കൂടുതൽ ഡ്രസ്സിന്റെ കളക്ഷൻ ആണ്. ഇവിടെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഫുട്പാത്ത് റേറ്റിലാണ് ഇവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഷർട്ടുകള്, ജീൻസുകൾ അതൊക്കെ ഉണ്ട്. നമുക്ക് ഷർട്ടിന്റെ ഒക്കെ റേറ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. വാ. അപ്പൊ ഷർട്ടൊക്കെ എങ്ങനെയാ റേറ്റ് വന്നേക്കണേ? ഇത് 350. 300ന്റെ ഏതാ? ഇതൊക്കെയാ 300ന്റെ അല്ലേ? 300ന്റെ ഒക്കെ അടിപൊളി ഷർട്ടുകളാ കേട്ടോ. അപ്പൊ വൈറ്റിലേക്കൊക്കെ വരുമ്പോ 300. ആ, അപ്പൊ ഷർട്ടുകളൊക്കെ വാരി കൂട്ടിയിട്ടിട്ടുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ആ കാണുന്ന ഷർട്ടൊക്കെ റേറ്റ് വന്നേക്കുന്നത് 300 രൂപ റേറ്റ് ആണ്. അപ്പൊ ഇതും അതുപോലെ ഒരു എന്താ നൈസായിട്ടുള്ളൊരു തുണിയാണ്. ചൂടൊന്നും എടുക്കൂല കേട്ടോ. കോട്ടൺ അല്ല, ഇത് ശരിക്കും കോട്ടൺ അല്ല കേട്ടോ. എന്താ ജോർജറ്റ് മോഡല് അങ്ങനെയൊക്കെ പറയാം കേട്ടോ. ഇങ്ങനത്തെ ഒരു ടൈപ്പിലെ തുണിയാണ്. അപ്പൊ ഇതിന്റെ കുറെ കളക്ഷൻ ഉണ്ട്. ഇതൊക്കെ 300 ആ റേറ്റ് ഒക്കെയാണ് വരുന്നത്. ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ജീൻസിന്റെ ഒക്കെ അടിപൊളി കളക്ഷൻ ഉണ്ട്. ഈ കാണുന്ന ജീൻസ് ഒക്കെ റേറ്റ് വന്നേക്കുന്നത് 400 രൂപ റേറ്റ് ആണ്. അപ്പൊ കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. കാർഗോസ് ടൈപ്പും അവൈലബിൾ അല്ലേ? അപ്പൊ മലപ്പുറം ജില്ലയുടെ ബാംഗ്ലൂർ എന്നറിയപ്പെടുന്ന തിരൂര് ഫ്രൈഡേ മാർക്കറ്റിലാണ് ഞാൻ ഇന്നുള്ളത്. അപ്പൊ ഇവിടെ ഈ ഗേൾസിന്റെ ജീൻസ് ഒക്കെ റേറ്റ് വന്നേക്കണ വെറും 200 രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളേ. അപ്പൊ ഈ ടീഷർട്ട് ഒക്കെ റേറ്റ് വന്നേക്കണ 100 രൂപ റേറ്റ് ആണ്. അപ്പൊ അടിപൊളി ഷർട്ടുകളുടെ കളക്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഷർട്ടിനൊക്കെ എത്ര റേറ്റ് നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പൊ ബ്രോ, ഷർട്ടിനൊക്കെ എത്ര റേറ്റ്? 200 ഉള്ളു. ഓക്കെ, ടീഷർട്ട് 100 അല്ലേ? അപ്പൊ അടിപൊളി ടീഷർട്ട് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് 100 രൂപ റേറ്റ് ആണ് വന്നേക്കണേ. അപ്പൊ ഈ കാണുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആണ്. അതിന്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് ടീഷർട്ടുകളൊക്കെ എത്രയൊക്കെ? ടീഷർട്ടൊക്കെ 50 അല്ലേ? അപ്പൊ 50 രൂപയ്ക്ക് നമുക്ക് ടീഷർട്ട് ഒക്കെ എടുക്കാവുന്നതാണ്. അടിപൊളി കളക്ഷൻ ഒക്കെ ഉണ്ട് അല്ലേ? ഇതൊക്കെ 50 കേട്ടോ. അപ്പൊ ഷർട്ടിന്റെ ഒക്കെ കളക്ഷൻ ഉണ്ട്. ഈ കാണുന്ന ഷർട്ടൊക്കെ റേറ്റ് വന്നേക്കണ 100 രൂപ റേറ്റ് ആണ്. നമുക്കപ്പോ ഷർട്ടൊക്കെ തിരഞ്ഞെടുക്കാവുന്നതാണ്. നോക്കിയെടുക്കണം കേട്ടോ. എല്ലാ നല്ല ഷർട്ടൊക്കെ അപ്പൊ കളറൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നോക്കിയെടുക്കാവുന്നതാണ്. ഒക്കെയോ 200 അല്ലേ? അപ്പൊ ജീൻസ് ഒക്കെ റേറ്റ് വന്നേക്കണേ 200 ആണ്. നല്ല ജീൻസുകളാ കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ജീൻസുകൾ തന്നെ. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ വലിയൊരു കച്ചവടക്കാരൊക്കെ വന്നേക്കണേ. അപ്പൊ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ തിരൂര് അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു അത്ഭുതം നടക്കുന്നുണ്ട്. ഇവിടെ ഏത് ഐറ്റംസ് എടുത്താലും 30 റേറ്റ്. ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ഏതെടുത്താലും 30 ആണ്. ആ, കൊട ഒഴിച്ചാണ് കേട്ടോ 30. പിന്നെ കന ഒഴിച്ച് ഈ കാണുന്ന മുറമൊക്കെ ഇല്ലേ, ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മുറമാണ്. ഇതൊക്കെ റേറ്റ് വന്നേക്കണം 30 രൂപ റേറ്റ് ആണ്. അതുപോലെ തന്നെ ചായക്കപ്പൊക്കെ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ റേറ്റ് വന്നേക്കണം 30. വലിയ 1 കോടി ഉറുപ്പിക ഒറ്റ കോടിയാണ്. ഒറ്റ കോടി ഉറുപ്പിയായിക്കൊള്ളു. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വന്നേക്കണം ഒന്നുകൂടെ ഞാൻ പറയുവാണേ. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് തന്നെയാണ് ഇക്കാന്റെ കട. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണേ. വീഡിയോ നമ്മൾ കുറെ എടുക്കുവാണെങ്കിൽ ഒരുപാടുണ്ട്, ലെങ്ത് കൂടും, വീഡിയോക്ക് ലെങ്തും കൂടും. ഈ കാണുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആണ്. അപ്പൊ ഇവിടെ എല്ലാ ഐറ്റംസ് ചെറിയ മുതൽ വലിയ ഐറ്റംസ്, അതായത് മൊബൈൽ ആക്സസറീസ് ആവട്ടെ, മൊബൈൽസ് ആവട്ടെ, ഇതൊക്കെ ചെറിയ റേറ്റ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഫ്രണ്ട്സ്, വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഒക്കെ ആദ്യമായിട്ട് വീഡിയോ കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.